ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടാ. ഇന്ന് നമ്മൾ നേരെ ഒരു കിടുക്കാച്ചി സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങണേണ്ട വെച്ചാൽ എങ്ങോട്ടേക്കാണെന്നല്ലേ നിങ്ങൾ അത് വഴിയെ കണ്ടോട്ടാ. എന്തായാലും ഇന്നൊരു കിടുക്കാച്ചി സ്ഥലത്തേക്കാണ് പോണത്. രണ്ട് വിശിഷ്ട അതിഥികളും കൂടി ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഒന്നെൻ്റെ വൈഫ്, രണ്ടല്ല കേട്ടോ, 3 പേരുണ്ട്. പിന്നെ എൻ്റെ മോൻ, പിന്നെ നമ്മുടെ ജയ്ബ്രോ, നമ്മുടെ ചേട്ടൻ. നൈസ്. അപ്പോൾ വണ്ടി ഒന്ന് നൈസായിട്ടൊന്ന് കഴുകി, നിറച്ചഴുക്കായിരുന്നു. ഇന്നലെ കോട്ടയത്ത് പോട്ടെ മഴ കിട്ടി, അപ്പോൾ മൊത്തം ചെളിയായി. പോവാ, ഈ ദിവസമൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങോട്ടാ പോണേന്ന് വഴിയെ പറയാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ബാക്കി പദവ് നോക്കിക്കോളും. ഇനി നമ്മൾ പോകുന്നത് നേരെ CNG പമ്പിലേക്കാണ്. അവിടെ ചെന്ന് എന്നിട്ട് ഞാൻ പോലും പോവാത്ത ഒരു കിടുക്കാച്ചി സ്ഥലത്തേക്കാണ് ഞാൻ ഈ പ്രാവശ്യം പോണത്. ഓക്കെ, എങ്ങോട്ടേക്കാണെന്നൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് പതുക്കെ നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോ. എന്തായാലും കോട്ടയം പാല വഴിയാണ് നമ്മൾ പോണേട്ടാ. ചെക്കനല്ല മുമ്പാണ് പൈസ. അങ്ങനെ 728 രൂപക്ക് നമ്മൾ CNG അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി എത്ര കിലോമീറ്റർ ഓടുന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ട്രിപ്പാക്കി ഇട്ടിട്ടാ. ഇനി നമ്മുടെ യാത്ര നേരെ പാഞ്ചാലിമേട്ടിലേക്കാണ്ട. പാഞ്ചാലിമേട് എന്നാ ബാലൻസ് വിളിച്ചേ. പാഞ്ചാലിമേട്ടിലേക്കാണ്ട പോണ. അതായത് പാഞ്ചാലിമേടിൽ ഹാൻഡ് ബ്രേക്ക്. അതായത് പാഞ്ചാലിമേട്ടിലുള്ള ഒരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. ജസ്റ്റ് മാപ്പ് നോക്കി ഇങ്ങനെ സൂം ചെയ്ത് നല്ലൊരു സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. പരിചയമൊന്നും ഇല്ലാത്ത റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ റിസോർട്ടിലെ കാഴ്ചകളും പിന്നെ പോകുമ്പോഴുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും തല്ലുകൊടുത്തവും പിന്നെ നമ്മുടെ ജയ്പ്രോൻ്റെ തല്ലുകൊടുത്തവും ഒക്കെ ആയിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ഇന്നൊരു വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസമുണ്ട് ഞാൻ ഇറങ്ങിയേക്കണത്. പിന്നെ പാഞ്ചാലിമേട് നമ്മുടെ മറ്റേ കുമളിയിലേക്ക് പോകുന്ന റോട്ടാണ്ട. പരുന്തുംപാറ എത്തുന്നതിന് മുമ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആ വഴി കൂടി പരുന്തുംപാറയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ പാഞ്ചാലിമേടിൽ ഞാൻ പോയിട്ടില്ലടാ. സോ നമുക്കിന്ന് ആ ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇന്നൊരു ദിവസം നമുക്ക് അവിടുത്തെ റിസോർട്ടിൽ സ്റ്റേ അടിച്ച് പൊളിച്ചിട്ട് വരാം. ഇത് ഓഫ് സീസണല്ലേ, ഓട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് കറങ്ങാൻ ഇറങ്ങിയേക്കണേ. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കെട്ടിയിട്ട് 2 വർഷമായി. അതായത് ഇന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളെ. അതുകൊണ്ട് അച്ചാച്ചിക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി പോണേണ്ട. ജയ്ബ്രോ പിന്നെ നമ്മൾ വിളിച്ച അപ്പോൾ വരുന്ന ഒരാളാണ്. ടെർബോനെ വിളിച്ച് ടെർബോ വന്നില്ല. ടെർബോക്ക് ഷോപ്പുള്ളതുകൊണ്ട് അവന് വള്ളിയാണ്. സോ ടെർബോ വന്നില്ല. നമുക്ക് എന്തായാലും 3 നേരം കൂടി അടിച്ചു പൊളിച്ചിട്ട് നൈസായിട്ട് പോരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു പാഞ്ചാലിമേട്. ഗൈസ്, ഇവിടെ നിന്ന് 2 മണിക്കൂർ 44 മിനിറ്റ് ആണ് നമ്മുടെ ട്രിപ്പോണ് തറയെന്ന് കാണിക്കണത്. ഇപ്പോൾ RLB കോളേജിൻ്റെ അവിടെ എത്തിയിട്ടാണ്. അവിടെ ഒരു പഗോഡ എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിസോർട്ടാണ് ഞാൻ ബുക്ക് ചെയ്തേക്കണത്. ഞങ്ങളിന്ന് ഫുഡ് അടിച്ചിട്ടില്ല. ഇനി ഫുഡൊക്കെ അടിച്ച് നൈസായിട്ട് നമുക്ക് ഇനി റിസോർട്ട് എത്തിയിട്ട് ബാക്കി കാണാടാ. പോകും വഴിക്ക് നല്ല വിഷ്വൽസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പകർത്താൻ നോക്കാം. സോ വേറെ ഒന്നും പറയാല്ല ഗൈസ്, നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോവാം. ഈ ദിവസമായിട്ടൊക്കെ വരുമ്പേ നമ്മൾ നിർത്തിയാണ്ടാ പോണത്. ഇവൻ മുടി വളർത്തണേല്ലട്ടാ. ഇവൻ നമ്മുടെ വേളാങ്കണ്ണി നോമ്പുള്ളതുകൊണ്ട് വേളാങ്കണ്ണി നേർച്ച ഉള്ളതുകൊണ്ട് അവനിങ്ങനെ നീട്ടി വളർത്തിയേക്കനാണ്. മുടി ശരിക്കനായി. ഇവൻ്റെ മുടി നമ്മൾ വേളാങ്കണ്ണി കൊണ്ട് മുട്ട അടിക്കും. അത് വേറെ വ്ളോഗായിട്ട് വരും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ടാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നമ്മൾ മുളന്തുരുത്തി സൈഡാണ് നിൽക്കുന്നത്. 10:30 മണിയായിട്ടുള്ളൂ. കാരണം നമ്മൾ നിർത്തിയാൽ മതിയേക്കാട്ടാ. നമ്മൾ റിസോർട്ടിലോട്ട് വിളിച്ച് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടി. നിൽക്കാൻ പറഞ്ഞ ഉണ്ടല്ലേട്ടാ, ഉണ്ടല്ലേ. സിഗ്നൽ നല്ല കയറ്റമുണ്ടത് അല്ലേ. അതാണ്. താങ്ക്സ് പറഞ്ഞേട്ടാ. എൻ്റെ പോലെ ഇതെന്താണ് പറ്റും. അവിടെ വണ്ടി CNG കയറില്ലട്ടാ ഈ വഴി. ഇത് മുണ്ടക്കയത്തേക്ക് പോണ ഷോർട്ട് കട്ട് വഴിയാണ്. വണ്ടി CNG പറഞ്ഞ പറഞ്ഞിരിക്കണായിരുന്നു.
നല്ല കയറ്റം വരുന്നല്ലേ ഇത്, ഷോർട്ട് കട്ട് വഴി സേഫ്. നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാത്തവർ ഇതിലേ കൂടി വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ വലിയ ലോഡ് വണ്ടി വന്നിരുന്നുണ്ടെങ്കിൽ പെട്ടു. ഞാനിപ്പോൾ പെട്രോളിലാണ് കയറ്റിയത് വണ്ടി, CNG മാറ്റിയിട്ടുണ്ട്. നൈസ് വഴിയാണ്. ഞാനും ജയ്ബ്രോയും കൂടി ഒരു ദിവസം ജയ്ബ്രോൻ്റെ ബർത്ത്ഡേക്ക് ബുള്ളറ്റിന് രാത്രി 12:30 മണിക്ക് ഇതിലേ കൂടി പോയിട്ടുണ്ട് മഴയത്ത്. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ വഴി കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 കിലോമീറ്റർ ഉള്ളൂ. നേരെ പോയി കഴിഞ്ഞാൽ 18 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ ഇതിലെ കൂടി കയറി പോവാട്ടാ. അവിടെ ഈ ദിവസം ഒരു കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടാണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ വഴി കൂടി വന്നത്. ചീനിക്കര ബസ് പോകുന്നുണ്ട് കേട്ടോ, കോട്ടയം ഇളങ്കാട്. എനിക്ക് തോന്നുന്നു ഇളങ്കാട് എന്ന് പറയുമ്പോൾ ഈ സ്ഥലമൊക്കെ തന്നെ ആയിരിക്കാം. എൻ്റെ അമ്മ കയറ്റം ഉണ്ടോ, ഈറ്റ കയറ്റം. അമ്പു ബസ് കയറില്ല നിങ്ങളത്. നമ്മളെ വണ്ടി CNG തന്നെ ഉണ്ടോ, കയറണം, കുഴപ്പമൊന്നുമില്ല. ഈ കയറ്റമൊന്നും കുഴപ്പമില്ല. മറ്റവിടത്തെ ഭയങ്കര വലിയ കയറ്റമായിരുന്നു. ഇവരവിടെ നിന്ന് പരിപ്പോടെയൊക്കെ മേടിച്ച് ഇരുന്ന് നല്ല തീറ്റ ഉണ്ടോ. നമുക്കിനി ഇതിൻ്റെ മേളിലോട്ടൊരു കയറ്റം കൂടി കാണിക്കുന്നുണ്ട്. ആ ബസ് നേരെ താഴോട്ടാണ് പോകേണ്ടത്. എൻ്റെ അമ്മോ ചീത്ത കയറ്റമുണ്ട്. ഞാൻ ഈ വഴി കൂടി ആദ്യമായിട്ടാണ് വന്നത്. ഒയ്യോ സീൻ. ഫസ്റ്റിലാണ് പോണത്, സെക്കൻഡിൽ പോവില്ല വണ്ടി. സെക്കൻഡിൽ പോവില്ല, ഫസ്റ്റിൽ തന്നെ പോളു. കയറ്റം എന്നൊക്കെ പറഞ്ഞ അമ്മ പിടിച്ചിരുന്നോ, ചീത്ത കയറ്റം. എൻ്റെ ദൈവമേ, കയറ്റം തീരണില്ലട്ടോ. കയറ്റം തീർന്നിട്ടില്ല ഗൈസ്, കേറിക്കൊണ്ടിരിക്കണ വലിയൊരു മല കയറി. ബ്രോ പകുതി പരിപ്പോടെ ഇരിക്കുന്നതാ. എൻ്റെ പൊന്നെ തീർന്നിട്ടില്ല, കേറിക്കൊണ്ടിരിക്കണേ. എൻ്റെ മോനെ ഫസ്റ്റ് ഗിയർ, ഓൺലി ഫസ്റ്റ് ഗിയർ. സെക്കൻഡിലോട്ട് കയറിയാണ് ഞാൻ. കണ്ടാ വലിവില്ല. ആ ഈ ഒരു ലെവലിൽ പോയിക്കോളും. ചവിട്ടി കഴിഞ്ഞാൽ പോയി. ഐസ് തീർന്നിട്ടില്ലടാ, തീർന്നിട്ടില്ല. അടുത്ത കയറ്റം. എൻ്റെ പൊന്നെ ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ എൻ്റെ പൊന്ന്, ഞാൻ വിചാരിച്ചിട്ട് ഇത്ര വലിയ കയറ്റമാണെന്നു. അടുത്ത കയറ്റം വലിയൊരു മലയുണ്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. റോഡ് മോശം വരുന്നെങ്കിൽ പണി കിട്ടിയാനേടാ. റോഡ് സീനില്ല. വണ്ടിന്ന് അധികം പോവാത്ത റൂട്ടാണിത്. എല്ലാം നല്ല കയറ്റത്തിലെ കൊണ്ട് പണിത് വെച്ചാണ്. ആ വീടിരിക്കണ സ്ഥലം നോക്കി. ഫസ്റ്റിൽ തന്നെ പോണം, രക്ഷയില്ല. അമ്മോ താഴ്ത്തുനിന്ന് കയറി ഇവിടം വരെ എത്തിയാമോ. കയറ്റം തീരണില്ല. ഇത് എൻ്റെ ദൈവമേ, വലിയൊരു മലയുണ്ടത്. CNG കയറ്റങ്ങളൊക്കെ കയറ്റിയേക്കണത്. വണ്ടർഫുൾ. അറ്റത്തെത്തി കഴിയുമ്പോൾ വഴി മാറിപ്പോയെന്ന് പറയണം. അപ്പോഴാണ് പെടാൻ പോകുന്നത്. നല്ല ഉയരത്തിലായിട്ടിപ്പോൾ കയറ്റം തീർന്നു വിചാരിച്ചിരിക്കണേ. അന്ന് കയറി ഈ റിസോർട്ടിരിക്കണ വല്ലാത്തൊരു സ്ഥലത്താണ്ടാ. പൊന്നെ വണ്ടി വെറുതെ പുഷ്പം പോലെ കയറിക്കോളും. സുന്ദരമായിട്ട് കയറും. പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്.
ഇറ്റ്സ് 1.1 കിലോമീറ്റേഴ്സ് ഓൺലി ഗൈസ്. 3 മിനിറ്റിൽ ഇവിടെ റിസോർട്ടാ. മുറിഞ്ഞ പുഴ, കുട്ടിക്കാനം, പാഞ്ചാലിമേട്. എൻ്റെ പൊന്നെ, നമുക്കത് മെയിൻ റോഡായിരുന്നു നമ്മുടെ ആദ്യത്തെ. ആ മെയിൻ റോഡായിരുന്നത് ശരിക്കും. നമ്മ ഷോർട്ട് കട്ട് കയറി വന്നു. പാഞ്ചാലിമേട് ഇതാണ് പാഞ്ചാലിമേട്. നമ്മുടെ റിസോർട്ട് ഇരിക്കണത് അടിയിലായിട്ടാണ്, അടിയിലൊരു പോയിന്റിലാണ്. വഴി മാറട മുണ്ടക്കൽ ശേഖര. അയ്യോ കൊമ്പ് വെച്ച് മോരക്കല്ലേ. അത് ഈ വഴി കാണിക്കണേട്ടാ. എന്റെ പൊന്നോ, കുറച്ച് ഓഫ് റോഡാണ്. എത്തിയടാ എത്തിയടാ, തേടാ തേടാ തേടാ. അപ്പോൾ നമ്മുടെ റിസോർട്ട് എത്തിയിടാ. സോ അവരിറങ്ങിപ്പോയി. ഇനി നമുക്ക് കുഞ്ഞവിടെ ഫ്ലാസ്ക് എടുക്കണം. ഫുഡ് അടിച്ചിട്ട് ആകെ നൈസായിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാട്ടെ ഗൈസ്. യെസ്, ഇവിടെയാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് വന്നാടാ. ഹായ്, യെസ്, ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടെ ഫുഡ് ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫുഡ് കഴിച്ചിട്ട് പോവാടാ. യാ, ഹായ്, അടിപൊളി. ഈ സ്വിമ്മിങ് പൂളിലൊക്കെ നമുക്ക് വൈകുന്നേരം വന്ന് ഇതിവിടെ പൊക്കിയെടുത്ത് ഇടാട്ടാ. ഹാപ്പി ആനിവേഴ്സറി ആണെന്ന്. ഞങ്ങൾ ടോപ്പിലാണ് ഇതെടുത്തേക്കുന്നത്, മീൻസ് ടോപ്പിലെ റൂമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഗൈസ്, വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടാ. കാരണം ഫുഡ് കഴിച്ചിട്ട് ബാലൻസ് നോക്കാം അല്ലേ. അടിപൊളി. അങ്ങനെ 2 ചിക്കൻ ബിരിയാണി ജയ്ബ്രോ മീൽസും ഉണ്ടോ പറഞ്ഞോ. പൊളിയല്ലേ, നല്ല ആംബിയൻസ്, കിഡിലെ. കുറച്ച് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ നട്ടുച്ചയാണ്. അവർ പറഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആകുമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലാണ്ടാ ഈ ഒരു പ്രോപ്പർട്ടി വന്നേക്കണത്. താഴത്തോട്ട് നല്ല ഡീപ്പ് ഉണ്ട് ഇടാ. ഇവിടെ നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ സീനറിയും വിത്ത് സ്വിമ്മിങ് പൂള്. മേളിലോട്ട് നല്ല റൂംസ് ഉണ്ട് ഇടാ. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങനെ നൈസായിട്ട് ഊനാല. നൈസ്. ആഹാ, സൂപ്പറായിട്ടിരുന്ന് ഊനാല ആളാ. ആഹാ, എന്നാ പൊളി. നമുക്ക് വണ്ടിക്ക് തന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. വണ്ടി നമുക്ക് തനിച്ച് ഇടണ്ട, നിന്നെയും കൊണ്ടേ ഞാൻ പോകണടാ. യെസ്, അവരെ പോയി പിക്ക് ചെയ്ത് അവരവിടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കണേ. എന്നിട്ട് നൈസായിട്ട് മേളിലേക്ക് പോട്ടാ. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് എടുക്കാനാട്ടോ പറഞ്ഞ ചേട്ടൻ. അതെ, കുറച്ച് പേരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ വെഡിങ് ആനിവേഴ്സറി. അതെ, ഒരു വൈഡായിട്ട് എടുക്കാൻ പറഞ്ഞ ചേട്ടൻ. വെരി വെരി നൈസ്. ടോപ്പ് സ്റ്റേയിലേക്കാണോ? ആ ടോപ്പ് സ്റ്റേ. ആരുമില്ല, അത് മാത്രമേ ഉള്ളൂ. ഫോൺലി മോനെ മുത്തേ, നീ ഇവിടെ കിടന്നോ? താങ്ക് യു. ഓക്കെ, വണ്ടി സേഫാണ്.
ഓക്കെ, വണ്ടി ഇവിടെ കിടക്കും. അപ്പോൾ അതെ മച്ചാമാരെ, ഇവിടെ ഉണ്ടോ നമ്മിന്ന് വന്നേക്കണേ മിസ്റ്റി ഹിൽ റിസോർട്ട്. നല്ല ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ റിസോർട്ടാണ്. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലടാ, ഞാൻ ചുമ്മാ ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സോ അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവളെ പൊക്കി എടുത്ത് വണ്ടിയിലിട്ടതാണ്. മച്ചാനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഡോണ്ട് വറി. ലവ് യുടാ, ലവ് യു, ലവ് യുടാ. 118 എന്ന് പറഞ്ഞ കോട്ടേജസിലാണ് കേട്ടോ നമ്മൾ നിൽക്കണത്. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഇന്ന് ഗസ്റ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നണത്. നൈസ്, നല്ല ഫോട്ടോഗ്രഫി ഉള്ള സ്ഥലം, അതായത് ഫോട്ടോഗ്രഫിക്കൊക്കെ പറ്റുന്ന സ്ഥലം. പൊള്ളി. എത്ര റൂംസ് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെയാണ് നമ്മുടെ റൂം. നൈസ്. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, വെറുതെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ പൂളിൻ്റെ മെയിൻ്റെനൻസ് നടക്കണമെന്ന് പറഞ്ഞു. ഇത് വേറെ ലെവൽ പൂളായിരുന്നു കേട്ടോ. എനിവേ ഇറ്റ്സ് നൈസ്. എന്തായാലും നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാം, കാറ്റൊക്കെ കൊണ്ട്. സൂപ്പർ. ഓക്കെ, ജാതി വ്യൂ, പൊളി. ഇവിടെ നിന്ന് തുടങ്ങി കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഇവിടെ എൻഡിങ്. എൻ്റെ അമ്മ പുറത്ത് നടന്നു തന്നെ. മച്ചാനാണ് ഇതിൻ്റെ ആക്റ്റീവ്. എൻ്റെ പൊന്ന് ജയ് ബ്രോ, വേണ്ട ജയ് ബ്രോ. ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ, അടിപൊളി. പുള്ളി അതിൻ്റെ പരിപാടിയാണ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ജയ് ബ്രോ ചെയ്യാൻ പോണേ. ജയ് ബ്രോ ചെയ്യാൻ എനിക്ക് വൈകി. ദിവസേ കൊച്ച കയറാൻ പോണ്ട്, ജയ് ബ്രോ കയറാൻ പോണ്ട്. ഞാനീ പരിപാടിക്കൊന്നും നിൽക്കാറില്ല, റിസ്ക്കാണ്. ഇപ്പോൾ പേരെന്തായിരുന്നു? അപ്പു. അപ്പു ഇവിടെയുള്ള തന്നെ ഉണ്ടോ? സോ അപ്പുവാണ് ഇവിടുത്തെ അഡ്വഞ്ചറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യണത്. നമ്മുടെ ജയ് ബ്രോ ആണ് ഇന്നത്തെ എര. ഐസ് അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായി ജയ് ബ്രോ ഏണി കയറി മുകളിൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ബ്രോ ഫുൾ സേഫ്റ്റി അല്ലേ? കുഴപ്പം. ടർബോ ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം വലിഞ്ഞേറിയാനെ. ടർബോയും ജയ് ബ്രോയും ഇങ്ങനത്തെ അഡ്വഞ്ചർപരമായിട്ടുള്ള കാര്യങ്ങളിൽ രക്ഷയില്ല. മച്ചാൻ ആദ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഓക്കെ, കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് സീനാണ്. ജയ് ബ്രോ നോക്കണോട്ടാ. ജയ് ബ്രോ തുടങ്ങുകയാണ് ഗൈസ്. ജയ് ബ്രോ സൂക്ഷിച്ചു പോവാ. സ്പൈഡർമാൻ മോൻ വലിഞ്ഞു കയറാൻ. ഇതുസേ ആയിട്ടില്ലടാ. എടാ നോക്ക്. അതെ ജയ് ബ്രോ അതിലും കൂടി കയറണ്ട കേട്ടോ. യെസ്. അതെ, ഒരുത്തരം അവിടെ കയറാതിരിക്കാൻ പകുതി വരെ കയറിയതാണ്, അതിന് കാര്യമാണ്. എടാ ആയിട്ടില്ലടാ. അയ്യോ ജയ് ബ്രോ തീർന്ന്. ജയ് ബ്രോ എങ്ങനെ ഇനി പൊക്കി കൊണ്ടുവരും? ഈ ദിവസം അത് നോക്കണം. ജയ് ബ്രോ വിട്ട് എടാ ഈ ദിവസം നോക്കടാ. ജയ് ബ്രോ പെട്ടിരിക്കണ കാര്യങ്ങളാ. ഇത് നോക്കി ചിരിക്ക. ജയ് ബ്രോക്ക് അവിടെ എത്തിയപ്പോ സീനായില്ല. സപ്പോർട്ട് ചെയ്തോ? ഇരിക്കണേ പോകെ പെട്ടതൊക്കെ പറയൂ. പറ്റും അങ്ങനെ വീണേ വീട്ടെ. പോയില്ല.
ജൈബ്രോ പെട്ടിരിക്കണ അവസ്ഥ ആ അതെ കേറ് പറ്റും അവസാനമായിരിക്കുന്നു ജൈബ്രോ ഒരേ ഒരെണ്ണം മാത്രം. സമാധാനമായി. ഇനി ജൈബ്രോ ഒരിക്കലും പോല അപ്പുറത്തോട്ടേ അതും കൂടി ചെയ്. അയ്യേ പേടിച്ച് അയ്യേ ഗൈസ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാ ജൈബ്രോ. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ ഒന്ന് കളിയാക്കി. ഇപ്പൊ അതെ ജൈബ്രോ ഇവിടെ കൂടി ചെയ്യാൻ പോകും. ആ കളിയാക്കിയത് ഫീലായി പെട്ട്. ഇനിയാണ് ജൈബ്രോ പെടാൻ പോണത്. എന്റെ പൊന്നെ ജൈബ്രോ മൊത്തം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയണത്. സീൻ ഗൈസ് ജൈബ്രോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാ. ഇതും കംപ്ലീറ്റ് ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഇനി ഇത് ചെയ്യണ്ട. ഇതിന് നടുക്ക് കൂടി ഒരു വര പോയാക്കണ്ട. അതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ ജൈബ്രോ പാസ്സാണ്. പക്ഷെ ജൈബ്രോക്ക് അത് പറ്റൂലെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പെട്ട്. നൈസായിട്ട് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത്. ഇനി ലാസ്റ്റായിട്ട് ഇതും കൂടി ഉള്ളൂ. പക്ഷെ അത് ജൈബ്രോ ചെയ്യൂല. അത് ഇത്തിരി ടാസ്ക്കാണ് കേസ്. അത് ജൈബ്രോ ചെയ്യണ്ട, പണി കിട്ടും. അത് ജൈബ്രോക്ക് ഭയങ്കര വാശിയാണേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജൈബ്രോ അത് സീനാക്കി ചെയ്തിരിക്കും. അതാണ് ജൈബ്രോൻ്റെ ഇത്. ജൈബ്രോൻ്റെ അടുത്തൊന്നും മിണ്ടാൻ പാടാ. പൊന്നെ അവസ്ഥ നോക്കിയേ. വളരെ പടപടാന്ന് പറഞ്ഞ് തീർത്തത്. 2 മിനിറ്റ് പോലും ആയിട്ടില്ല. കുറച്ച് നേരം നിൽക്കേ ബ്രോ, ഒരു 10 മിനിറ്റ് ആക്ക്. ഞങ്ങൾ ഇനി കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ. അടിപൊളിയായിരുന്നു. നൈസ്, വെരി മൂഡ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മേളിൽ ഇത് 1 ഡേ ട്രിപ്പിനൊക്കെ കൊടുക്കട്ടെ. അതായത് രാവിലെ വന്നിട്ട് വൈകുന്നേരം വന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ സെറ്റായി കൊടുക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. ഞാൻ 2-3 ഇൻറ്റീരിയർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് നിങ്ങൾ വിളിച്ച് ചോദിക്കട്ടെ, എനിക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പൈസ കൊടുത്ത് അവിടെ നിന്ന് റൂം എടുത്ത്. ബ്രോ എന്താണ് കാണിക്കണം? മൊത്തം തീർത്തിട്ടാ. ടേസ്റ്റി ആണല്ലേ. ദസ് ഫ്രൂട്ട് ഈസ് വെരി ടേസ്റ്റി. ഫാഷൻ ഫ്രൂട്ട്, ഫാഷനല്ല പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിലേ ഞാൻ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഞാൻ ഗാന്ധി എണ്ണനായിട്ട് കാന്തല്ലൂർ കറങ്ങി നടന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പ്. കൊച്ചി റൈഡറൊന്നും ഇല്ല. ആ വീഡിയോ ഒക്കെ നൈസായിട്ടൊന്ന് കണ്ടോക്ക്. ഫെബി വേറെ മൂടായിരുന്നു. ഫെബി മാത്രമല്ല, എൻ്റെ ജൈബ്രോ വേറെ മൂടായിരുന്നു. ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല ഗൈസ്. പിന്നീടാണ് ഈ ചാനലൊക്കെ തുടങ്ങി ഇതേപോലെ നൈസായിട്ട്. അല്ല ജൈബ്രോ, അവിടെ നല്ല അടിപൊളി DJ പാർട്ടിയൊക്കെ ഉണ്ട്. This is the last final semi paisa വെജ് ആണോ? ചിക്കൻ 2 ചിക്കൻ അല്ലേ? വെജ് ഏതാണ്? നിന്റെ അപ്പൻ്റെ അമ്മയുടെ ഹാപ്പി 2nd ആനിവേഴ്സറി കുട്ട. എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി അത് മതി ഹാപ്പി. ഗുഡ് മോർണിംഗ്. ഇന്നലെ നൈസായിരുന്നു കേട്ടോ. അപ്പുറത്ത് DJ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഡാൻസൊക്കെ കളിച്ച് അടിപൊളി. ഇന്നലെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടതാകത്ത്. ഇന്നിപ്പോൾ സമയം 7:30 മണിയായിട്ടാ. 7:30 മണിക്ക് ഇതേ സൂര്യൻ ഉദിച്ച് നിൽക്കണേ അങ്ങ് പഗോഡയിൽ. ഇവിടെ കറക്റ്റ് പൂച്ചപ്പഴങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞി കിളികൾ. നൈസ്. പൂച്ചപ്പഴമാണ്, പൂച്ചപ്പഴം. പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കിടക്കണ. പക്ഷെ പഴുത്തിട്ടില്ലടാ, കുറേ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കുറേ നേരം. വെരി നൈസായിരുന്നു. വൈകിട്ട് നല്ല ഒരു ഇടിവെട്ട് ആയിരുന്നു. എൻ്റെ അമ്മ കിള്ളി പോയി. ആ സമയത്ത് പുറത്തിറങ്ങരുത്, കാരണം ഇത് നല്ല ടോപ്പിലാണ് കഴിക്കണത്. ഇല്ല, ഉച്ചപ്പഴം തിന്നണേ രാവിലെ തന്നെ. ഇവിടെ മച്ചാനവിടെ കിടക്കണേ, ഒന്ന് നോക്കിയേട്ടെ. വിറച്ച് കിടക്കണേ അവൻ. പോണ്ടേ മോനെ? എൻ മകനെ. ഫുള്ള് തണുത്തിരിക്കണേ, മഞ്ഞുതുള്ളികൾ.
ഒരു മുകളിൽ തന്നെ ഒരു കോട്ടേജിൽ 3 റൂം വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. മുകളിലെടുത്താൽ മതി, അതാണ് നല്ല ആംബിയൻസ്. ഗൈസ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി നമുക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാടാ. ഗൈസ്, പുഴുങ്ങിയ മുട്ട, പുഴുങ്ങിയ പഴം, ഫ്രൂട്ട്സ്, ദോശ, ബ്രെഡ്, ജാം, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. യെസ്, ഇനി നമ്മൾ തിന്നണേ. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോഴേ, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയുണ്ട് ഇത്. ഫുഡും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു രക്ഷയില്ല, ഹെവി ആയിരുന്നു, സെറ്റ്. നല്ല സർവീസ് ഒരു രക്ഷയിലിടാം, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, സൂപ്പർ. ചക്ക ആണോ, നൈസായിട്ടൊരു ചക്ക പൊക്കി. പഗോഡയിലെ മുതലാളി കാണുമ്പോൾ ചക്കയുടെ പൈസയും കൂടി പിടിച്ചോ. ഒരു വാട്ടർഫോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലിൽ പഗോഡ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാട്ടോ. നൈസ കിടിലം ഫോട്ടോഗ്രാഫി അല്ലേ, നടക്കൂടെ ഇവിടെ. ഇവിടെ 12 മണിക്കാണല്ലോ ചെക്കൗട്ട്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. പിന്നെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർ പോയി എന്ന് തോന്നുന്നു, അവരെ കണ്ടില്ല പിന്നെ. സോ നമ്മൾ താമസിച്ചത് ഇവിടെ ഉണ്ടോ 118ാമത്തെ കോട്ടേജസൊക്കെ. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പ്, പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കിടക്കാനുള്ള സെറ്റപ്പും ഫാനുണ്ട് കേട്ടോ 2 സ്ഥലത്തും. ഇനി ഈ ഒരു സെറ്റപ്പാണ്. ഇനി ഈ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. അത്യാവശ്യം നൈസായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കേട്ടോ, സെറ്റപ്പാണ്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചമര ഇനി അധികം വലിച്ചു നീട്ടി കൊളാക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ നമ്പർ ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ച് ചോദിച്ച് ഇതിൻ്റെ റേറ്റൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വരാം. പഗോഡ പ്ലാന്റേഷൻ റിസോർട്ട് എന്നാണ് പേര്. പിന്നെ നമ്മുടെ റിസോർട്ടിൽ വരുമ്പോൾ അവിടെ നിന്ന് 5 കിലോമീറ്റർ കേട്ടോ ഈ പാഞ്ചാലിമേട്ടിലേക്ക്, അതായത് പാഞ്ചാലിമേട് ടൂറിസം സ്പോട്ടിലേക്ക്. സോ ഇവിടെയൊക്കെ വന്ന് നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാം. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കയറണം കേട്ടോ. തൊട്ടടുത്തവരെ എത്തിയിട്ട് കയറാതെ പോകണത് ശരിയല്ല, അതുകൊണ്ട് കയറിയതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച റിസോർട്ട് കാണാട്ടാ. ഇടിമിന്നലേൽക്കാൻ സാധ്യതയുള്ള സ്ഥലമുണ്ട് അത്. അപ്പോൾ ആ ഇടിമിന്നലുള്ള സമയത്ത് വരാതിരിക്കണമല്ലോ. ഇസ് വാസ് അമേസിങ് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിപ്പെടലാണ് ഇത്തിരി അല്ലേ, നൈസാണ്. പാഞ്ചാലിമേട്. അപ്പോൾ ചവരെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൊബ്ബായിടാ. ഇനി വീഡിയോ വലിച്ചിട്ട് കൊളാക്കുന്നില്ല. പിന്നെ പഗോഡ മിസ്റ്റി വാലി, പഗോഡ മിസ്റ്റി ഹിൽ അല്ലേ, പഗോഡ മിസ്റ്റി ഹിൽ റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാടാ. അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ. ബൈ. പിന്നെ ട്രാവലറൊക്കെ കയറി വരും കേട്ടോ. നല്ല ട്രാവലറിലാണ് ടീമൊക്കെ വന്നത്.